വളരെയധികം വരുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം റെയിൽവേ പുറത്തിറക്കിയത്. ഇനി മുതൽ വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കില്ല. പകരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും സ്റ്റോപ്പ് ഉണ്ടാവുക. ഇത് ബാധിക്കുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒട്ടനവധി യാത്രക്കാരെയാണ്. എന്തുകൊണ്ടായിരിക്കും റെയിൽവേ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്? ഈ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാനാകും? ഈ വിഷയമാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ് 10 മണിക്ക് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേണാട് എക്സ്പ്രസിന്റെ ഈ സ്റ്റോപ്പ് നിരോധനം ബാധിച്ചിരിക്കുന്നത് നിരവധി യാത്രക്കാരെയാണ്. സ്ഥിരമായി ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ജോലിക്കും പഠന ആവശ്യങ്ങൾക്കും പോകുന്നവരുടെ ഇനിയുള്ള ബുദ്ധിമുട്ട് എങ്ങനെയായിരിക്കും റെയിൽവേ പരിഹരിക്കുക? നമുക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. ചേച്ചി, ഈ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഈ ഒരു സ്റ്റോപ്പ് നിരോധിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലെ നിരവധി യാത്രക്കാർക്ക് വലിയൊരു ക്ലേശമാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണാട് സൗത്തിലേക്ക് വരാതെ നോർത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ വേണാട് യാത്ര ചെയ്ത് സൗത്ത് സ്റ്റേഷനെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ 10:15 to 5:15 അല്ലെങ്കിൽ 10 to 5 എന്ന് പറയുന്ന ആ ഒരു സമയമാണ് നമ്മുടെ ഓഫീസിൽ കൂടുതലായിട്ടും ഉള്ളത്. നമ്മൾ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഒരു കാരണവശാലും നോർത്ത് സ്റ്റേഷനായ 5:20 നമുക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതായത് കച്ചേരിപ്പടി, സരിത, ഷേണായിസ് ജംഗ്ഷനിലെ ബ്ലോക്ക് അധികരിച്ചുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് നോർത്ത് സ്റ്റേഷനിലെത്തി വേണാടിന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം ഞങ്ങൾ സ്ത്രീജനങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ 5:15 സൗത്തിൽ വേണാട് വന്നില്ല എങ്കിൽ നമുക്ക് പാസഞ്ചറിനെയാണ് ആശ്രയിക്കാൻ പറ്റുന്നത്. ഈ പാസഞ്ചർ ട്രെയിൻ നമ്മുടെ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞ് ഓരോ ചെറിയ സ്റ്റേഷനിൽ പലപ്പോൾ ഏറ്റുമാനൂർ, പെറവന്തോട് അങ്ങനെയുള്ള സ്റ്റേഷനുകളുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ബസ് സൗകര്യം പോലും നമുക്ക് ലഭിക്കുന്നില്ല. ഇന്നത്തെ ഈ സ്ത്രീജനങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പൊ ഈ വേണാട് സൗത്തിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് ഒരു യാത്രാ സൗകര്യം നൽകുക എന്നുള്ളത്. ഇത് മാറ്റിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരിക്കലും നമുക്കൊരു ലഭ്യത നമുക്ക് കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ രാവിലെ പാസഞ്ചർ, പാലരുവി, വേണാട് ഈ 3 ട്രെയിനുകളുടെ വന്നിൽ ഈ സൗത്ത് ലൊക്കേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പാസഞ്ചർ ട്രെയിനിൽ കയറുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടെന്നല്ല, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇലക്ഷന്റെ തലേദിവസം പോലും വേണാടെന്ന് പറയുന്ന ട്രെയിനും പാസഞ്ചറും രണ്ടും ഡോറിൽ തൂങ്ങിക്കിടന്നാണ് ആളുകൾ പോയത്. ആ 2 ട്രെയിനും ഇവിടുന്ന് ഉള്ള സാഹചര്യത്തിൽ അപ്പോൾ വേണാട് ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ പാസഞ്ചർ ട്രെയിന് വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഇതിന് റെയിൽവേ നമുക്ക് വേണാട് നോർത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോ ഒരു കാലാതീതമോ ഒരു പുരോഗമനോ അല്ലെ ഇത് വരുന്നതിനോ നമ്മൾ ആരും റെയിൽവേക്ക് തടസ്സമല്ല. പക്ഷേ അത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം നൽകിക്കൊണ്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം. അതിന് വേണാടിന്റെ സമയത്ത് ഞങ്ങൾക്കൊരു പാസഞ്ചർ ട്രെയിൻ അല്ലെങ്കിൽ മെമു ട്രെയിൻ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അവർ പരിഹരിച്ചോട്ടെ. പക്ഷേ നമ്മുടെ കരുനാഗപ്പള്ളി പോലും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേണാടിൽ യാത്ര ചെയ്യുന്ന. അവർക്ക് കോട്ടയം വരെയുള്ള ട്രെയിനും മെമു ഇട്ടുകൊണ്ട് അവർക്ക് കാര്യമില്ല. അവർക്ക് കൊല്ലം വരെയുള്ള ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് ഉചിതം. കാരണം അവരും സ്ത്രീജനങ്ങളാണ്, എന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്, അവർക്ക് നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നോർത്തിൽ 5:20 ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല എങ്കിൽ തിരിച്ച് നമ്മൾ സൗത്തിൽ തന്നെ തിരിച്ചു വന്നെത്തിയിട്ട് വേണം നമുക്ക് 6:15 പാസഞ്ചർ പിടിക്കാൻ. അതും ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം തിരക്കേറിയ സമയമാണ്. തിരിച്ച് 6:15 ഇവിടെ എത്തിപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? പിന്നെ റെയിൽവേ പറയുന്ന മറ്റൊരു കാര്യം മെട്രോ ആശ്രയിക്കാമെന്ന് പറയുന്നു. ഈ മെട്രോയിൽ നമ്മൾ വേയിൻ വഴി ഒരു സ്ക്രാച്ച് കാർഡ് വിൻ ചെയ്ത് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് അതിൽ 3 പാസേജ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ 3 എണ്ണം കൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ മോളിൽ 3ാം നിലയിൽ ചെല്ലണം. അവിടുന്ന് നമ്മൾ തിരിച്ച് ഒരു ട്രെയിൻ പോയാൽ 7 മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത മെട്രോ വരുന്നത്. തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും നമ്മൾക്ക് ഇതേ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തിരിച്ച് ഈ സൗത്ത് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പലരും ഓട്ടോ പിടിച്ചായിരിക്കും പോകുന്നത്. എല്ലാവരും തീർത്ത് അടുത്തല്ല നടന്നു പോകുന്ന ലൊക്കേഷനിലുള്ളവരല്ല. 10, 40, 50 രൂപ ഓട്ടോ പിടിച്ച് പോകുന്നവരുണ്ട്. തേവര ഭാഗത്തേക്കൊക്കെ പോകുന്നവരുണ്ട്. അവർക്ക് എങ്ങനെ ചെന്ന് എത്തിപ്പെടാൻ പറ്റും? അപ്പം അവർക്ക് യാത്രാ സമയം ഒത്തിരിയുണ്ട്, പണനഷ്ടം ഒത്തിരിയുണ്ട്. അതിലെല്ലാം നമ്മൾ ജോലിയിൽ നിന്ന് നമുക്ക് ഓഫീസിൽ ചെല്ലുമ്പോഴാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി
പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് റെയിൽവേ, അതായത് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മുടെ സൗത്ത് സ്റ്റേഷനിൽ വന്നു പോകുന്ന വേണാട് എക്സ്പ്രസിനെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് വേണാടിനെ കൊണ്ടുപോകട്ടെ. അതുവരെ ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും, ഞങ്ങൾ സ്ത്രീജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്, അത് അവർക്ക് മറ്റവർക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല പറയുന്നത്, ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം നാളെ ആണെങ്കിലും ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങുക എന്നുള്ളത് 4:45 ഇറങ്ങിയാൽ പോലും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് റെയിൽവേ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പ്രധാനമായും ഒന്നുകിൽ നിങ്ങൾ ഓഫീസുകളിൽ നിന്ന് നേരത്തെ ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഒക്കെ താണ്ടി ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും ട്രെയിൻ മിസ്സാവുന്ന ഒരു സാഹചര്യവുമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്താണ് ഈ ഒരു തീരുമാനത്തിലെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഈ വേണാട് എക്സ്പ്രസിനോട് മാത്രം പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ഇവിടെ നിരോധിക്കാനുള്ള കാരണം എന്താണ്? അവർ പറയുന്നത് ഈ ഫങ്ഷണൽ ഇഷ്യൂസ് ആണ്, ഇവിടുത്തെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പും ഇതേ പ്ലാൻ റെയിൽവേ നടത്തിയിരുന്നു. അന്ന് പാസഞ്ചേഴ്സിന്റെ ശക്തമായ പ്രതിഷേധം മൂലവും ചില ഇടപെടലുകളും ഒക്കെ മൂലം അത് വീണ്ടും തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തു വന്നു. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാവിലെ വേണാട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട്, നോർത്ത് കൊണ്ട് വരുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതലും, അതായത് അങ്ങ് കോട്ടയത്തിന് അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടുതലും പാലരുവി ആശ്രയിക്കാൻ തുടങ്ങും. പാലരുവിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ അറിയാം, എല്ലാ ദിവസവും മിനിമം 1-2 പേര് ഇതിനകത്ത് തളർന്നു വീഴുന്നുണ്ട്. കാരണം അത്രയ്ക്ക് തിരക്കാണ്. പാലരുവിയുടെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും അല്ല, മിക്കവാറും ഈ തൂങ്ങി നിന്നാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ഇത് വേണാടും കൂടെ ഇങ്ങോട്ട് സൗത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പാലരുവിയിലേക്ക് വരും. പാലരുവിക്കാണെങ്കിൽ കമ്പാർട്ട്മെന്റ് തീരെ കുറവാണ്, ഏറ്റവും കുറവ് കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ട്രെയിനാണ്. അപ്പം അത് മറ്റൊരു പ്രശ്നമാകാൻ പോവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മുമ്പ് ചേച്ചി പറഞ്ഞതുപോലെ ഈ സമയം വൈകുന്നേരം എത്തിപ്പെടാനുള്ള സമയം ഓഫീസിൽ നിന്ന് നേരത്തെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിബിൾ അല്ല. എല്ലായിടത്തും പഞ്ചിങ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ നേരത്തെ ഇറങ്ങി പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഈ ട്രെയിന് മറ്റൊരു ബദൽ സംവിധാനം റെയിൽവേ ഒരുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ട്. റെയിൽവേ നമ്മുടെ ആവശ്യം കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഇവർ പറയുന്നത് മെട്രോ ഒരു സംവിധാനമായിട്ട് ഉപയോഗിക്കുക, അതിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാണ്? കാരണം മെട്രോ പോലുള്ള ഒരു ഇതില് 7 മിനിറ്റ് അല്ലെ ഇടവിട്ട് മാത്രമാണ് മെട്രോ സർവീസ് ഉള്ളത്, അതിലെ തിരക്കുണ്ടാവും. അത് എത്രമാത്രം ഫലവത്താകും എന്നാണ് കരുതുന്നത്? റെയിൽവേ പറയുന്നത് മെട്രോ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ പറയും. ഇപ്പൊ ഉദാഹരണം, തൃപ്പൂണിത്തുറ ഇറങ്ങുന്ന ഒരാൾക്ക് 3ാമത്തെ നില കയറിയിട്ട് വേണം മെട്രോയിൽ ആശ്രയിക്കാനായിട്ട്. ഇന്നലെ വരെ ഒരു കട്ടിംഗ് ഉണ്ടായിരുന്നു അവർക്ക് എൻട്രൻസോട് കയറാനായിട്ട്. അത് ഇന്ന് രാവിലെ അത് വർക്കിന് വേണ്ടി അവർ അടച്ചു. അപ്പോ ഇപ്പൊ ഫ്രണ്ടിൽ കയറുന്ന ഒരു യാത്രക്കാരൻ മെട്രോയിൽ കയറണമെങ്കിൽ ആ ട്രെയിനിന്റെ പുറകുവശം വരെ നടന്നു വന്നിട്ട് എൻട്രൻസിൽ കൂടെ വന്നിട്ട് വേണം വീണ്ടും മെട്രോയിൽ കയറാനായിട്ട്. അവിടെ ടിക്കറ്റ് എടുത്ത്, ഇനിയിപ്പോ ടിക്കറ്റ് വാട്സാപ്പിലാണെങ്കിലും ഇല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്താണെങ്കിൽ പോലും അവിടുന്ന് 3ാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് മെട്രോ പിടിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജസ്റ്റ് ട്രെയിൻ ആ സമയത്ത് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഉപകരിക്കപ്പെടുമായിരിക്കും. പക്ഷേ ജസ്റ്റ് മിസ്സായി പോയാൽ വീണ്ടും 7 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ 7 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് ട്രെയിൻ കിട്ടിയാലും വീണ്ടും ഒരു 6-7 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വേണം സൗത്തിലെത്താനായിട്ട്. അവിടുന്ന് എത്തിയിട്ടും വീണ്ടും ഈ പറഞ്ഞ പോലെ 3ാമത്തെ ഫ്ലോർ താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയോ ഇല്ല ബസ്സോ പിടിച്ചിട്ട് വേണം ഓഫീസിലെത്താനായിട്ട്. അപ്പോൾ ഒരു 9:23 അല്ലെങ്കിൽ 9:30 തൃപ്പൂണിത്തുറ എന്ന വണ്ടി ഇല്ല ട്രെയിൻ വരുന്ന വണ്ടി ഒരാള് അത്രയും പാസ് ചെയ്ത് വരുമ്പോഴത്തേനും ഏകദേശം 10 മണി കഴിയും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാം ഓൺലൈനിൽ എല്ലാവർക്കും അറ്റൻഡൻസ് മാർക്കിംഗ് ഉണ്ട്. നേരത്തെ അത് രജിസ്റ്റർ. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലേ വരും, അല്ലെങ്കിൽ ലേറ്റ് വരും. അത് 2-3 ദിവസം വല്ലപ്പോഴാണ് ഡിലേ വരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് എല്ലാ ദിവസവും ഡിലേ വരുമ്പോഴത്തേനും അവർ അറ്റൻഡൻസിനെയും ജോലിനെയും പിന്നെ മുമ്പ് ചേച്ചിയും ചേട്ടനും പറഞ്ഞ പോലെ തന്നെ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു ലേറ്റ് ആയിട്ട് ഒരു ഓഫീസിൽ കയറി കഴിയുമ്പോൾ വല്ലപ്പോഴും കയറി വരുവാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ ദിവസം ഒരാൾ തന്നെ ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും പിന്നെ ആ ദിവസം വർക്ക് ചെയ്യാനും പിന്നെ വൈകുന്നേരം തിരിച്ചിറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേനും ഈ ലേറ്റ് വരുന്നതും ഇല്ല, നമുക്ക് വളരെ ആക്സസ് കുറവാണ്. വേണാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചുമ്പോൾ ഓഫീസ് ടൈം കൃത്യമായി പാലിക്കാൻ പറ്റുന്നൊരു ട്രെയിനാണ്. വേറെ ഡിലേ ഒന്നും വന്നില്ല എങ്കിൽ കൃത്യസമയത്ത് 10 മണിക്ക് സൗത്തിൽ വരികയും അതിനു മുന്നേ അവിടെ ഇറങ്ങി ആൾക്കാർക്ക് പലയിടത്തും ആക്സസ് ഉണ്ടാകുന്ന ഒരു ട്രെയിനാണ് ഈ പറഞ്ഞ വേണാട്. അത് പെട്ടെന്ന് സൗത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴത്തേനും 6:15 മെമു ആണുള്ളത്. അപ്പോ ഇവിടെ വരുന്ന വേണാടെ കയറുന്ന ആൾക്കാർ നോക്കിയറിയാം, വേണാട് ഇന്ന് വന്നു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ആയിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. അപ്പോ അത്രയും വലിയ ട്രെയിൻ, 22 ബോഗിയുള്ള ട്രെയിൻ ഇവിടുന്ന് മിസ്സാകുമ്പോഴത്തേനും കുറച്ച് ബോഗിയുള്ള മെമുവില് വളരെയധികം റഷ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ള ഇതില്ല. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ രാവിലത്തെ പാലരുവി എന്ന് പറഞ്ഞാൽ 6:58 കോട്ടയത്ത് നിന്ന് വിടുന്നത്. ഒരാൾ 6:58 കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞെങ്കിൽ എത്രയോ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് ജസ്റ്റ് മിസ്സായാൽ പിന്നെ ഉള്ളത് വേണാടേ ഉള്ളൂ. ആ വേണാട് സൗത്ത് ഒഴിവാക്കി പോവുകയാണെങ്കിൽ പിന്നെ 12 മണിക്ക് വരുന്ന മെമു ഉള്ളൂ സൗത്തിലേക്ക്. ഒരിക്കലും എറണാകുളം പോലത്തെ സ്ഥലത്ത് ജോലിക്കോ ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ വന്നിട്ടേ കാര്യമുള്ളൂ, ഉച്ചയ്ക്ക് വന്നിട്ട് കാര്യമില്ല.
ഇപ്പൊ റെയിൽവേയോട് പറയാനുള്ളത് വേനാട് അവരുടെ ആ ഒരു താല്പര്യത്തിനോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയോ മാറ്റുന്നതിൽ പ്രശ്നമില്ല, മാറ്റിക്കോട്ടെ. പക്ഷെ നമ്മളെ സ്ഥിരം യാത്രക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു ബദലായിട്ടൊരു മെമ്മുവോ ഇല്ലെ വേറൊരു ട്രെയിൻ സർവീസ് നടത്തിയതിനു ശേഷം മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ നാളെ തൊട്ട് ക്യാൻസൽ ആകുമെന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോ മെമ്മു തന്നെ വന്നാലും 7:45 കോട്ടയം വരുമ്പോൾ എല്ലാവർക്കും ടൂ വീലറോ കാറോ ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ വന്നിട്ട് ചിലപ്പോൾ ഓട്ടോയോ ഇല്ല ബസ്സോ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോ മെയിലൊക്കെ ആണെങ്കിൽ പോട്ടെ, അവർക്ക് എങ്ങനെയും പോകാന്ന് പറയാം. സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞാൽ ബസ്സും കിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ. അതുകൊണ്ട് റെയിൽവേയോട് പറയാനുള്ളത് കഴിവതും വേനാട് ഒഴിവാക്കാതിരിക്കുക. ഇത് ഇത്ര ഒരു പ്രൈം ട്രെയിനാണ് വേനാട്. പല ഒരുപാട് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ട്രെയിനിന്റെ സമയമെല്ലാം മാന്യമായ രീതിയിൽ കീപ്പ് ചെയ്യുകയും ഓഫീസ് ടൈമിനെ ബാധിക്കാത്ത രീതിയിൽ വളരെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ് വേനാട്. ആ ഒരു പ്രൈം ട്രെയിനെ ഒഴിവാക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായവും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അപേക്ഷയും. ഞാൻ മനസ്സിലാക്കുന്നത് തൃപ്പൂണിത്തുറയിൽ സൗത്ത് വരെ 30 രൂപ മറ്റോ 45 രൂപയാണ്. അപ്പം 2 സമയവും 90 രൂപയായി. അത് പിന്നെ ഇനി അതെല്ലാം നോർത്തിൽ പോയി കയറുന്നവരാണെങ്കിൽ എനിക്ക് 30 രൂപ 25 രൂപ അങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പം 2 നേരം ആകുമ്പോഴത്തേക്ക് എത്രയായി 50 രൂപ അതായി. അപ്പം അത് അത്രയ്ക്കൊരു പിന്നെ അതുകൂടാതെ ഇവിടെ വന്നിട്ട് വീണ്ടും ഓട്ടോയിൽ പോകുന്നവരാണ് പലരും. അപ്പം അങ്ങനത്തെ അത്രയ്ക്ക് ഒരു ധനനഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിന് ബദലായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മെമു സർവീസോ അല്ലെങ്കിൽ മറ്റൊരു വീണ്ടും അല്ലെങ്കിൽ ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വേണാട് തിരിച്ച് സൗത്തിൽ കൂടെ തന്നെ പോകുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് റെയിൽവേ ഇങ്ങനെ ഒരു സാഹസം നടത്തിയിരുന്നു. പക്ഷെ അന്ന് ശക്തമായ പ്രതിഷേധം ഏതാണ്ട് 1 വർഷത്തോളം എനിക്ക് തോന്നുന്നത് നോർത്ത് വഴിയാണ് പോയത്. അന്ന് ആൾക്കാർ ഇതുപോലെ പ്രതിഷേധമൊക്കെ നടത്തിയാണ് വീണ്ടും ഇത് സൗത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ ഇതിപ്പോ ഒരു ചാൻസ് ആണ്, പണി നടക്കുന്നു എന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോട്ടയം ആ ഭാഗത്ത് നിന്ന് വരുന്ന യാത്രക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പൈസ കൊണ്ടുള്ള നഷ്ടം അത് വേറെ. ഈ യാത്രക്കാർ പ്രധാനമായും പറയുന്നത് ഈ റെയിൽവേയുടെ വികസനത്തിന് ഇവര് തടസ്സമല്ല, അത് ഞങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ ഈ സർവീസ് നിർത്തുക എന്നതിന് പകരം, ഈ സ്റ്റേഷനിലേക്കുള്ള സർവീസ് നിർത്തുക എന്നതിന് പകരം തങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു മെമു സർവീസ് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ജോലിക്ക് കൃത്യമായി എത്തേണ്ടതുണ്ട്, ജോലി ടെൻഷനുണ്ട്. അതിനോടുകൂടിയൊക്കെ ഈ ട്രെയിൻ പിടിക്കേണ്ട ടെൻഷനിലൊക്കെ വീണ്ടും അവർക്ക് അത് മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് നിർത്തലാക്കിയത് മുതൽ ഇവർക്കുണ്ടാകുന്നത്. 50 വർഷത്തോളമായി ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരുൾപ്പെടെ ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്നവരും കൂടിയുണ്ട്. ചേട്ടാ, ഈ പ്രധാനമായും ഈ ഒരു സർവീസ് നിർത്തുന്നത് വികസനത്തിന്റെ പേരിലെന്നാണ് പറയുന്നത്. പകരം നിങ്ങൾ മെട്രോ യൂസ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം പ്രാവർത്തികമാകുന്ന ഒരു കാര്യമാണ്? ശരിക്കും വേണാടിന്റെ സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കുന്നതിൽ അതിലല്ല യാത്രക്കാരുടെ പ്രതിഷേധം. ഏതാണ്ട് 52 വർഷമായിട്ട് സർവീസ് നടത്തുന്ന ഈ വേണാടിന്റെ ഷെഡ്യൂളിൽ ഇത്രയും വലിയൊരു മാറ്റം വരുത്തുമ്പോൾ യാത്രക്കാർക്ക് യാതൊരുവിധ മുന്നറിയിപ്പ് നൽകുകയോ അല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരാനോ റെയിൽവേ തയ്യാറായിട്ടില്ല. അതിലാണ് യാത്രക്കാർക്കൊരു പ്രതിഷേധമുള്ളത്. ഇപ്പോ ഒരു മെമു സർവീസ് ഒക്കെ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റമെങ്കിൽ നമുക്കത് ഒരു വലിയൊരു ആഘാതം ഉണ്ടാവില്ലായിരുന്നു യാത്രക്കാർക്ക്. ഇപ്പൊ രാവിലെ സമയം നോക്കി കഴിഞ്ഞാൽ ജോലിക്കാർ ഒരു 500-ലധികം യാത്രക്കാർക്ക്, കോട്ടയം ഭാഗത്തുള്ളവർക്ക് എറണാകുളം സൗത്തിൽ എത്തിച്ചേരാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണ് വേണാട്. പെട്ടെന്ന് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബദൽ സംവിധാനമായിട്ട് നമുക്കൊരു മെമു ട്രെയിനൊക്കെ നമുക്ക് കോട്ടയം നിന്ന് എനിക്ക് തോന്നുന്നു ആരംഭിക്കാവുന്നതേ ഉള്ളൂ. കാരണം കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ നവീകരണം ഏതാണ്ട് പൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. ഏതാണ്ട് 6 പ്ലാറ്റ്ഫോമൊക്കെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു മെമു ട്രെയിൻ ആരംഭിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരുന്നു. അതായത് പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു മെമു സർവീസ്, അതാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. ഇതിനു മുൻപ് ഈ വന്ദേ ഭാരത് അനുവദിച്ച സമയത്ത് തന്നെ ട്രെയിനിന്റെ പല സമയങ്ങളും മാറ്റി ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരെ അല്ലെങ്കിൽ യാത്രക്കാരെയൊക്കെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അടുത്ത റെയിൽവേയുടെ തീരുമാനമാണ് ഈ ട്രെയിൻ വേണാട്. അത് വലിയ ആഘാതം തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഞാനെന്ന് വെച്ചാൽ ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളം വരെ വരുന്ന ആളാണ്. അപ്പോൾ സൗത്ത് ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം വേണാട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ജോലിക്ക് കയറുന്നു. അതേപോലെ കുറച്ച് നേരത്തെ ഇറങ്ങി നമ്മൾ വേണാട് വൈകുന്നേരം പിടിച്ച് പോകുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണാട് ഇവിടുന്ന് ഒഴിവാകുമ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം. ഓഫീസിൽ എല്ലാ സമയത്ത് നമുക്ക് നേരത്തെ ഇറങ്ങാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെമു വൈകിട്ട് 6:15 മെമു പിടിക്കണം. ആ മെമു എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടുന്ന് നമ്മൾ സീറ്റിംഗ് ഫുള്ള് ആൾക്കാർ സ്റ്റാൻഡിംഗ് ആയിട്ടാണ് പോകുന്നത്. തൃപ്പൂണിത്തുറയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും തിരക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് ഒരു മെമു അനുവദിച്ച് നമുക്ക് ബദൽ സംവിധാനം ഒരുക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നമുക്കത് പ്രശ്നം വരുന്നില്ല. കാരണം ഇവിടെ യാത്രക്കാർക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. അവർക്ക് ആ സമയത്ത് പോവുകയും ചെയ്യാം, കറക്റ്റ് സമയത്ത് ജോലിക്ക് കയറാം, തിരിച്ച് അതേപോലെ ഇറങ്ങി അവർക്ക് വീട്ടിലെത്തുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു
ബദൽ സംവിധാനം ഒരുക്കാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒരു മെമു സർവീസ് അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ടാകുവാണെങ്കിൽ എല്ലാ സ്റ്റേഷനിലുള്ളവർക്ക് പ്രയോജനപ്പെടും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കൊല്ലം വരെ പോകുകയാണെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി, കൊല്ലം ആ സൈഡിൽ നിന്നൊക്കെ ഡെയിലി വരുന്ന യാത്ര ചെയ്ത് ഇവിടെ വന്ന് ജോലി ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽസിലായാലും അല്ലെങ്കിൽ പിന്നെ മറ്റ് കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒരു മെട്രോ പിടിച്ച് അവിടെ പോയിട്ട് ആ ഒരു എക്സ്പെൻസ് കൂടെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും റെയിൽവേ നമുക്ക് കൺസിഡർ ചെയ്യാതെ പെട്ടെന്നൊരു മാറ്റം വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. റെയിൽവേ അതിനൊരു മാറ്റം വരുത്തി നമുക്ക് ഒന്നിൽ വേണാട് നിലനിർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഓഫീസ് ടൈം കഴിഞ്ഞ് നോർത്തിലേക്ക് മെട്രോ കയറി അവിടെ നിന്നും ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് എത്തുക എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇവരുടെ ഒരു പ്രശ്നത്തിന്, സ്ഥിരം യാത്രക്കാരുടെ പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം കാണും, അല്ലെങ്കിൽ ഈ ഒരു നടപടി പിൻവലിക്കും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. അതിനുവേണ്ടി റെയിൽവേ അടക്കം ഇവർ സമീപിച്ചിട്ടുണ്ട്. ഇവരൊരു പരാതിയുമായി അവരെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എത്രയും വേഗം ഇവരുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ ഏത് വിധേനയാണ് ബാധിക്കുക? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങൾ ഈ 5 മണിക്ക് ട്രെയിൻ വിട്ടിട്ട് ഓഫീസിൽ വിട്ടിട്ട് ഓടി വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പിടിക്കുന്നത്. വേണാട് ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ആരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നോർത്തിൽ പോയി പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ മെട്രോ പിടിച്ച് അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. ബസ്സിൽ പോയാലും ബ്ലോക്ക് കാരണം നമുക്ക് എത്തത്തില്ല. ഇതിന് പകരം ഏതെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു മെമ്മോ എങ്കിലും ഇട്ടാൽ നേരത്തെ ചെല്ലാം. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ടും ജോലിയും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എല്ലാ സ്ത്രീകളല്ലേ ഇതിനകത്ത് പോകണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞു നിന്ന ലേഡീസ് ഇതിനകത്തുനിന്ന് പോണേ. ഇതിനകത്ത് ഒരു ബോഗിയും കൂടെ പോലും ഞങ്ങൾക്ക് അവർ ഇട്ട് തരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങൾ ചാടി ഇതിനകത്ത് തിങ്ങി ഞെരുങ്ങി സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. വേറൊരു സമയത്ത് ഇടയ്ക്കൊരു ട്രെയിൻ പോലും ഇടാതെ ഈ ട്രെയിൻ നിർത്തിയിട്ട് വേറൊരു ട്രെയിനിലോട്ട് ആക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ത്രീകൾ എങ്ങനെ പോയി വീട്ടിലെത്തിപ്പെടും? അത് റെയിൽവേ ഞങ്ങളോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതല്ലേ. അതാണ് നമ്മൾ സ്ത്രീകളെ ഇവർ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ രാത്രിക്ക് ചെന്നാൽ മതിയോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാത്രിക്ക് ചെന്ന് കയറിയാൽ പോലല്ലോ. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം, ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താക്കന്മാരോട് ഞങ്ങൾ സമാധാനം പറയണം. എനിക്ക് പറഞ്ഞ് അവരൊക്കെ ജോലി കഴിഞ്ഞ് ഒരുപാട് പേര് ഞങ്ങളെ കാത്തു നിൽക്കുന്നവരുണ്ട്. റെയിൽവേയിൽ വന്ന് അവർക്കും ബുദ്ധിമുട്ടാകും, അവരുടെ ജോലിക്കും ബുദ്ധിമുട്ടാകും. ഞങ്ങളെ എല്ലാവരെയും അന്വേഷിക്കണം. അത് ഒരുപാട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതല്ലാതെ തന്നെ ലേഡീസ് പല പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നിരന്തരം ജോലി ചെയ്യുന്നവരാ. അതാണ് എനിക്ക് ഓഫീസ് ടൈമിംഗ് കൂടുതലും സർക്കാർ ജീവനക്കാരാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഓഫീസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10:15 to 5:15. അപ്പൊ 5:15 ഓഫീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് 5 മണിക്കെങ്കിലുമെങ്കിലേ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പഞ്ചിങ്ങും എല്ലാം ഉണ്ട്, ഗ്രേസ് ടൈം എല്ലാം നോക്കിയാണ് ഇറങ്ങുന്നത്. അപ്പം ഈ ടൈമിംഗ് ശരിക്കും പറഞ്ഞാൽ നോർത്തിലേക്ക് ആക്കിയാൽ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്, കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രതികരിക്കണമെന്നോർത്ത് തന്നെയാണ് ഞങ്ങൾ ആരോട് പ്രതികരിക്കാൻ. ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും പല ജോലികളിലും പെട്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി പോകുന്നു. ആർക്കും പ്രതികരിക്കാൻ ആരുമില്ല. റെയിൽവേയോടൊക്കെ പ്രതികരിക്കാൻ ആരെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ട്രെയിനെ നമ്മൾ ആശ്രയിച്ച് പോകണവരെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ല, ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ ഇവിടെയൊക്കെ നിന്നാൽ ഇതിന്റേതായ പ്രശ്നം ഇവിടെ ഉണ്ടാവും, ഈ റെയിൽവേയിലുണ്ടാവും. സ്ത്രീകള് രാത്രി സമയങ്ങളിൽ ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഈ ലേഡീസിൽ കയറി ഞങ്ങളെ ശല്യം ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ റെയിൽവേയുടെ ഇവിടെയൊക്കെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇത് പ്രശ്നമാകും. അത് റെയിൽവേ അറിയണം. അറിഞ്ഞ് ഞങ്ങളോടൊരു നീതി അവർ കാണിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും അങ്ങ് പറയാനുള്ളൂ. പകരം ഒരു മെമു സംവിധാനം ഏർപ്പെടുത്തിയാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും അല്ലേ? പകരം നമുക്കൊരു മെമു സർവീസ് കിട്ടിയാലും മതി. ഈ സമയത്ത് നമുക്കൊരു മെമു സർവീസ് വന്നു കഴിഞ്ഞാൽ ഒരുവിധം എന്തെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ 6:15 മെമുവില് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഇപ്പം തന്നെ നല്ല തിരക്കാണ്. പിന്നെ ഇതിലെ ആൾക്കാരും കൂടി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാൻ വയ്യാത്ത വിധത്തിൽ തിരക്കാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും സൗത്തിൽ നിന്നാണ്. പെട്ടെന്ന് ഇത് സ്റ്റോപ്പാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നാളെ ഇനി എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴേ ടെൻഷനാണ്. ഞങ്ങൾ ഇത് കണ്ടോ, ഈ വണ്ടിക്കകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത്രയും തിരക്കുള്ള ഈ വണ്ടി. ഇത് മിക്ക എല്ലാവരും തന്നെ ജോലിക്ക് വരുന്നവരിട്ട് പോകുന്നവരാ. 1:30 ഒരു മെമു പോയി കഴിഞ്ഞ് കോട്ടയം ഭാഗത്തേക്കുള്ളൊരു വണ്ടിയാണ് 4 മണിക്കൂറിന് ശേഷമുള്ള. ആ വണ്ടിക്ക് പകരം ഞങ്ങൾക്ക് ഒരു വണ്ടിയും കൂടെ തരുന്നതിന് പകരം ഈ ഉള്ള വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. പാർലറിൽ ഒരു മെമു എങ്കിലും ഞങ്ങൾക്ക് കോട്ടയം വരെയുള്ള ആളുകൾക്ക് വരണം. അത് കഴിഞ്ഞ് പോകുന്നവരുടെ കാര്യം ഒരുപാട് ലേറ്റ് ആവും. അവരുടെ കാര്യം എങ്ങനെയാവും എന്നറിയില്ല. കോട്ടയത്തു നിന്നെങ്കിലും വേണാണ്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഒരു മെമു ഞങ്ങൾക്ക് തരികയാണെങ്കിൽ. എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കും. ശാസ്താംകോട്ട ഇറങ്ങാനുള്ള ആളുകൾ ഈ ഒരു ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പോകുന്നവരാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടാൽ കോട്ടയത്ത് ഞങ്ങൾക്ക് ഈ ട്രെയിൻ പിടിക്കാൻ പറ്റും.
അതിനുള്ള എന്തെങ്കിലും മാർഗം സ്വീകരിക്കാതെ ഒറ്റയടിക്ക് ഇങ്ങനെ നിർത്താന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഞങ്ങൾ ഇവിടുന്ന് ശാസ്താംകോട്ടെ പോയി വീട്ടിൽ ഞങ്ങൾക്ക് ചെല്ലേണ്ടതാ. രാത്രിയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, അവിടെ ചെന്നിട്ട് പിന്നെയും പോകേണ്ടതാ. ഞങ്ങൾക്ക് ഈ ഒരു ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ, ഇപ്പൊ പോകുന്നതും വരുന്നതും. അപ്പൊ എന്തെങ്കിലും ഒരു മാർഗം അതിന് മുന്നേ കണ്ടെത്തരണം. ഇവിടെ എത്തുമ്പോ ഈ മെട്രോ സംവിധാനമാണ് അവർ പറയുന്നത് പകരം. അത് പക്ഷേ മെട്രോ സംവിധാനം ഒന്നും പോസിബിൾ അല്ല. എല്ലാ ദിവസവും ഒന്നും മെട്രോനെ ഡിപ്പെൻഡ് ചെയ്യാൻ അതിനുവേണ്ടി ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല എല്ലാവരും. ഞങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓഫീസിൽ നിന്ന് അവരുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആവുക. മെട്രോ ഒന്നും നമുക്ക് അത്രയ്ക്ക് ഇതാവില്ല. 25 വർഷമായിട്ട് ഈ യാത്രക്കാരിയാണ് സ്ഥിരമായിട്ട്. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് വേണാടിൽ. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയും. ഇപ്പൊ അവർ പറയുന്നത് ഒരു വികസനത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ വികസനം അതിവേഗം. നമുക്ക് ഏറ്റവും ഒരു 10 വർഷത്തെ ഒരു ഗ്രാഫ് എടുത്താൽ നമുക്ക് മനസ്സിലാകും റെയിൽവേ ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ്. സാധാരണക്കാരന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് കൊണ്ടുവരുമ്പോഴും അവർ പറയുന്നത് വികസനമാണ്. പക്ഷെ അപ്പോൾ ഈ വികസനത്തിന്റെ പേരിലെല്ലാം സാധാരണ യാത്രക്കാരും മണിക്കൂറുകളോളം വഴിയിൽ കാത്തുകെട്ടി കിടക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് വേണാടിന്റെ കാര്യം പറയുന്നത്. അല്പ സമയലാഭമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് വണ്ടി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ വന്ന് കയറുന്ന ഇത്രയും യാത്രക്കാരെ അവരുടെ ജോലിയെ ബാധിക്കുന്നു, സമയത്തെ ബാധിക്കുന്നു, പണത്തെ ബാധിക്കുന്നു. വളരെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് മെട്രോ പോലെയുള്ള സ്റ്റേഷൻ വണ്ടികളിൽ കയറി അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ യാത്രാ ഭാരം അനുഭവിച്ചിട്ടാണ് അവർക്ക് അവിടെ എത്തേണ്ടി വരുന്നത്. കാരണം വേണാട് വലിയ ദൂരം സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. വേണാട് എന്ന് പറയുന്നത് 50 വർഷത്തിലധികമായി എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് വേണാടിനെ ഇപ്പം മാറ്റാൻ ഇവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇവിടെ വർക്ക് നടക്കുന്നുള്ളതാണ്. വേണാടിന് മാത്രമായിട്ട് പ്ലാറ്റ്ഫോമിൽ ഒരു വർക്ക് നടക്കുന്നില്ല, എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, വേണാടിനെ സൗത്ത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് ബദൽ മാർഗം ഒന്നും തരാതെ. കാരണം വേണാടിന് അത്ര കണ്ട ആൾക്കാർ 50% ആൾക്കാർ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആയിരുന്നെങ്കിൽ 50% ആൾക്കാർ സൗത്ത് ജംഗ്ഷനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് ബദൽ മാർഗമായിട്ട് മെട്രോയിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ കയറി വരാനാണ് പറയുന്നത്. അപ്പൊ മെട്രോ ഒരു കാരണവശാലും ഇതിനൊരു ബദൽ മാർഗം ആവില്ല. മെട്രോ എന്ന് പറയുന്നത് നമുക്ക് സിറ്റി സർവീസ് നിന്ന് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ തൃപ്പൂണിത്തുറയ്ക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ചെയ്യാം, പക്ഷെ അതൊരു സമയബന്ധിതമായിട്ട് നമുക്ക് മെട്രോയിൽ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മെട്രോ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വേണാടിൽ ഇറങ്ങിയിട്ട് ഒരാൾ സ്റ്റേഷനിൽ നടന്ന് മെട്രോ സ്റ്റേഷന്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുക്കും. പിന്നെ ബാഗേജ് സ്കാൻ ചെക്കിങ്ങും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇപ്പൊ ടിക്കറ്റ് ഉള്ള ഒരാളാണെങ്കിലും കാർഡ് ഉള്ള ഒരാളാണ് അത് സ്കാൻ ചെയ്ത് ടോപ്പ് വരുമ്പോഴത്തേന് ഒരു മെട്രോ അങ്ങ് പോകും. പിന്നെ അടുത്ത മെട്രോ 7 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വണ്ടിയെ കയറിയിട്ട് 20 മിനിറ്റ് പ്ലസ് എടുക്കും. 20 മിനിറ്റ് പ്ലസ് ഇപ്പൊ വന്ന 12 മിനിറ്റ് എടുക്കും, 32 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. ഇപ്പൊ വേണാടിന് ഇവിടെ പ്ലാറ്റ്ഫോം ഉള്ള സമയങ്ങളിൽ 1, 3, 4 മാത്രമേ വേണാട് പിടിക്കാൻ പറ്റത്തുള്ളൂ. 22 ബോഗിയുള്ളതുകൊണ്ട് പ്ലാറ്റ്ഫോം ഉള്ള സമയങ്ങളിൽ 14 മിനിറ്റ് കൊണ്ട് ഇപ്പൊ വണ്ടി എത്തുന്നുണ്ട്. 9:30 വിട്ട 9:44 സൗത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ സ്റ്റഡി ആകുന്ന വണ്ടിക്ക് പകരം 9:30 ഇവിടുന്ന് ഇറങ്ങി മെട്രോയെ കയറി 32 മിനിറ്റ് 10:02 പുറത്തു വരാനാണ് ഇപ്പോൾ റെയിൽവേ അനൌദ്യോഗികമായി പറയുന്നത്. ഔദ്യോഗികമായിട്ട് അവർക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അവരൊരു ബദൽ മാർഗമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ നമ്മൾ നിങ്ങളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് കോട്ടയം എറണാകുളം റൂട്ടിൽ അതികഠിനമായ തിരക്ക്. ഇപ്പം നമുക്ക് കോട്ടയത്ത് നിന്ന് 6:58 ഒരു പാലരുവി പോകുന്നു കഴിഞ്ഞാൽ പിന്നെ 1.25-2 മണിക്കൂർ ഗ്യാപ്പാണ് വേണാടിന് വേണ്ടി. അപ്പൊ ഈ ബസ്സിന്റെ അതികഠിനമായ റേറ്റിംഗ് ഒക്കെ കൊണ്ട് തന്നെയാണ് അത്ര കണ്ട ആൾക്കാർ ട്രെയിൻ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഇപ്പൊ റെയിൽവേ പറയുന്നത് തൃപ്പൂണിത്തുറ ഇറങ്ങി ഒരു സ്റ്റേഷൻ തൃപ്പൂണിത്തുറ സൗത്തിലെത്താൻ എക്സ്ട്രാ 1,500 രൂപ മുടക്കേണ്ട അവസ്ഥയാണ്. സീസൺ പോലെ മെട്രോയ്ക്കുള്ളതാണ് മെട്രോ കാർഡ്. അത് ഒരു സൈഡ് 26 രൂപയാവും. അപ്പൊ 2 സൈഡ് എടുക്കുമ്പോൾ 52 രൂപയാണ് അവർക്ക് കാർഡ് ഉള്ളവർക്ക് തന്നെ. അപ്പൊ 52 × 30 അല്ലെ ഒരു മത്സ്യം ഒരു ആവറേജ് 1,500 രൂപ എക്സ്ട്രാ ചെലവാകണം ഒരു സ്റ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധാരണക്കാരായ ആൾക്കാർ ബസ് ആശ്രയിക്കുന്ന സാധിക്കാത്തതുകൊണ്ടാണ് ട്രെയിനിലേക്ക് വരുന്നത്. ഏകദേശം സെയിം ആണ്. ഇപ്പൊ ബസ്സിന് തൃപ്പൂണിത്തുറ ഇവിടെ വരാൻ 18 രൂപയുള്ളൂ. ഇപ്പൊ ഇവർക്ക് 32 മിനിറ്റും എടുക്കുന്നു. 26 രൂപ കാർഡുള്ളവരൊക്കെ വൺ സൈഡ് ആവശ്യം വരികയാണ്. അപ്പൊ ഒരു കാരണവശാലും ഈ വേണാട് സൗത്ത് ഒഴിവാക്കുന്നത് മെട്രോ മെമു സർവീസ് അനുവദിക്കാതെ വേണാട് ഒരു കാരണവശാലും സൗത്ത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്നൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം ഒഫീഷ്യലി ഔദ്യോഗികമായി റെയിൽവേ അറിയിച്ചാണ് ഈ പറയുന്ന പോലെ ഒരു മെട്രോ ഒരു മെമു സർവീസ് അനുവദിക്കാതെ ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്നുള്ളത്. കാരണം അത്ര കാലം ആൾക്കാർ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടപ്പാക്കിയ റെയിൽവേയുടെ ഈ ഒരു തീരുമാനം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് നിരവധി യാത്രക്കാരെയാണ്. സ്ത്രീകളടക്കമുള്ളവർ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നും എങ്ങനെയാണ് ട്രെയിൻ പിടിക്കാൻ മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവരെത്തുക? ഇതാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. പകരം ഒരു ട്രെയിൻ മെമു സംവിധാനം ഏർപ്പെടുത്തുക, ഇത് മാത്രമേ ഉള്ളൂ ഇവരുടെ ആവശ്യം. വികസനത്തിന് യാത്രക്കാർ ഒരിക്കലും എതിരല്ല. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.